ഫാമിലീസിൽ ആർക്കെങ്കിലും ഹിയറിംഗ് ലോസ് ജീൻസിൻ്റെ അകത്തുള്ള വേരിയേഷൻസ് ജീൻ മ്യൂട്ടേഷൻസ് ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഹിയറിംഗ് ലോസ് വരാനായിട്ടില്ല. അപ്പോൾ ആ ഒരു ഫാമിലി പെഡിഗ്രി ചാർട്ട് എടുത്ത് നമ്മൾ നോക്കും. ഓക്കെ, അച്ഛൻ, അമ്മ, പിള്ളേര്, അങ്ങനെ ആ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് ആ ഒരു പാറ്റേൺ അവർ ഈവൻ നമുക്കിപ്പോൾ ജീൻ സ്റ്റഡീസ് ഇതൊന്നും വോമ്പിൻ്റെ അകത്ത് ഉള്ളപ്പോഴല്ല, പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയമല്ല, പക്ഷേ പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിക്കൊരു 2 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ജീൻ സ്റ്റഡീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ജീൻ്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഹിയറിംഗ് ലോസ് വന്നേക്കുന്നത്. സോ ഇതെപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ, വി ഹാഡ് എ കോൾ, ഒരു മദർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. സോ ദേ വർ ട്രൈങ് ഫോർ എ സെക്കൻഡ് ബേബി. അപ്പം അവർ പേടിയായിരുന്നു, വീണ്ടും അടുത്ത കുട്ടിക്ക് ഇതുപോലെ ഹിയറിംഗ് ലോസ് വരുമോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ട്രൈ ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയെല്ലാം ചോദിച്ച് പല കോൾസും നമുക്ക് വരാറുണ്ട്. സോ നമുക്ക് ഇതുവരെ നമുക്കിപ്പം അതിനെ ചേഞ്ച് ചെയ്യാനുള്ള റിസർച്ച് നടക്കുന്നുണ്ട്, പക്ഷേ ഒരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വി വിൽ ബി ഏബിൾ ടു പ്രിപ്പയർ യുവർ സെൽഫ്. കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും ഇത്രയും റിസ്ക് ഉണ്ടാവും, ഇത്രയും കാര്യങ്ങൾ ചാൻസസ് ഉണ്ടാവും, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉണ്ടാവും എന്ന് 100% ഒന്നും പറയാം, നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അത് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ടെക്നോളജീസ് ഉണ്ട്, ഏത് ജീൻ്റെ മ്യൂട്ടേഷനാണ് ഇത് റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.